Hello dear students. So in the last class we discussed about the nutritive value of milk or the basic human milk samples like cow's milk, buffalo milk ഒക്കെ ജനറലി ഉള്ള ന്യൂട്രീറ്റീവ് വാല്യൂ നമ്മൾ നോക്കിയത്. ഫാറ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ പ്രോട്ടീന് രണ്ട് തരം വരുന്നുണ്ട്, കെസീനും വേ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, എൻസൈംസ്. അതിൽ വരുന്ന കളർ, ഫ്ലേവർ, അരോമ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. അപ്പം മിൽക്ക് പറയുമ്പോൾ അതിന് ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അസിഡിറ്റി. ഫ്രഷ് മിൽക്ക് ഹാസ് എ pH ഓഫ് 6.5 to 6.7 at 25 degrees Celsius ആൻഡ് സ്ലൈറ്റ്ലി മാത്രമാണ് അസിഡിക് ആയിട്ടുള്ളത്. ആൻഡ് ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് എക്സ്പോസ് ടു ദ എയർ ദി അസിഡിറ്റി ഡിക്രീസസ് സ്ലൈറ്റ്ലി. ഓക്കെ, ആ ഒരു കുറച്ചും കൂടി ന്യൂട്രൽ ആവുകയാണ് ചെയ്യുക ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ബീങ് ലോസ്റ്റ്. ഓക്കെ, ദെൻ റോ മിൽക്കിൽ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ, നമ്മളെ ലാബ് ബാക്ടീരിയാസ് ഉണ്ട്. ഈ പറഞ്ഞ ബാക്ടീരിയാസ് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനനുസരിച്ച് അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ആൻഡ് പാസ്ചറൈസേഷൻ, ദാറ്റ് ഈസ് ബേസിക്കലി ഹീറ്റിംഗ് ഓഫ് ദ മിൽക്ക് ഡിസ്ട്രോയ്സ് ദിസ് ലാബ് ബാക്ടീരിയ. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഫ്രീസിംഗ് പോയിന്റ്. മിൽക്കിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് പറഞ്ഞാൽ വെള്ളത്തിനെക്കാട്ടിയും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. -0.55 ഡിഗ്രി സെൽഷ്യസ് ആണ്, ചെറിയ വേരിയേഷൻ ഉള്ളൂ. ദിസ് is the usual milk freezing point. This can be also affected or changed according to the soluble constituents like lactose and ash which are constant. Okay, ഇത് യൂഷ്വൽ ലാക്ടോസ് അമൗണ്ടും ആഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. അതല്ലാണ്ട് അതിലെന്തെങ്കിലും വേരിയേഷൻ, അതിലുള്ള അടങ്ങിയിട്ടുള്ള സോൾബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും വേരിയേഷൻ വരുമ്പോൾ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, അതേപോലെ വെള്ളം കൂട്ടിച്ചേർക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒന്നുകൂടി ഫ്രീസ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകാം. ദാറ്റ് ഈസ് -0.00055 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിട്ട് മാറ്റം വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, എത്ര വെള്ളം കൂടുന്നോ അതിനനുസരിച്ച് ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നെക്സ്റ്റ് ഈസ് വിസ്കോസിറ്റി. അവിടെ ഫാറ്റിൻ്റെ കോൺസെൻട്രേഷന്, എത്രത്തോളം ഫാറ്റുണ്ട്, അതേപോലെ മിൽക്കിൻ്റെ ടെമ്പറേച്ചർ, ഏജ് ഓഫ് മിൽക്ക്, അതിനൊക്കെ അനുസരിച്ച് വിസ്കോസിറ്റിക്ക് ചേഞ്ചസ് വരും. ആൻഡ് കണ്ടീഷൻസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്സ് എത്രത്തോളം കൊടുത്തിട്ടുണ്ട്, ലൈക്ക് കെസീൻ്റെ സ്റ്റെബിലിറ്റീനെ എഫക്ട് ചെയ്താലേ ഒക്കെ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റെബിലിറ്റീനെ എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ലൈക്ക് ഹീറ്റിംഗ് പോലത്തെ കേസസ് ഒക്കെ ചെയ്താൽ ഡീനാച്ചർ ചെയ്തൊക്കെ അതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും, മിൽക്കിന് വിസ്കോസിറ്റി കുറയും. സ്വാഭാവികമായിട്ടും ഫാറ്റ്, ഈ പറഞ്ഞ പ്രോട്ടീനൊക്കെയാണ് ഇതിൻ്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഒരു ഫാക്ടറായിട്ട് മാറുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് അക്കോർഡിംഗ് ടു ദി amount of fat, the size of the fat globules and the clustering of the globules. Okay, അതിനനുസരിച്ച് വേരിയേഷൻ വരും. ഹോമോജനൈസേഷൻ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. ആൻഡ് ഏജിങ് ഒക്കെ ഈ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഇതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഉണ്ട്. ബോയിൽ ചെയ്യുന്നത് 100.2 ഡിഗ്രി സെൽഷ്യസിലാണ്. ഈ ഒരു ബോയിലിംഗ് പോയിന്റ് എത്തിയാൽ എന്ത് ചെയ്യും, മിൽക്ക് ബോയിൽ ചെയ്യും. ആൻഡ് ദി ഓർഗാനിസംസ് ഇൻ ഇറ്റ് ഓൾ ആർ ഡിസ്ട്രോയ്ഡ്. ഓക്കെ, ഇനി വരുന്നതാണ് പ്രോസസ്സിംഗ് ഓഫ് മിൽക്ക്. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. നമ്മളെ ബാക്ടീരിയൽ കൗണ്ടിങ് ലോ ചെയ്യാനും അതേപോലെ ഫ്ലേവറൊക്കെ ഇതിനെ പ്രോസസ്സിങ് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റത്താണ് ക്ലാരിഫിക്കേഷൻ, ദെൻ പാസ്ചറൈസേഷൻ, ഹോമോജനൈസേഷൻ. ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കൊമേഴ്ഷ്യൽ ജ്യൂസസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണ ഒരു പ്രോസസ്സാണ്. ഇതൊരു സെൻട്രിഫ്യൂഗൽ സെൻട്രിഫ്യൂഗേഷൻ എന്താണെന്ന് ഞാൻ അറിയാമെന്ന് കരുതുന്നു. ഇറ്റ് ഈസ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് വെച്ചാൽ ആ ഒരു സാധനം എടുത്തുകൊണ്ട് നല്ല റാപ്പിഡ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും ഒരു മെഷീനിൽ വെച്ചിട്ട്. അതിൽ വരുന്ന കുറച്ചും കൂടി ഹെവിയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, അടിഞ്ഞുകൂടും അടിയിൽ. ആൻഡ് അങ്ങനെ അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആ ലിക്വിഡും സോളിഡ് പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഓവറായിട്ട് ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇത് ഫിൽട്ടർ ചെയ്യാണ് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, അതിലുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓരോ സ്പീഡിൽ ചെയ്യുന്നത് വെച്ചാൽ ചെറിയ സ്പീഡിൽ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ വെയിറ്റിനനുസരിച്ച് സാധനങ്ങൾ വ്യത്യാസം വരും. ഓക്കെ, ക്രീം സെപ്പറേറ്റ് ചെയ്യാത്ത തരത്തിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡേർട്ട്, അതേപോലെ ഫിൽത്ത്, ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഒക്കെ റിമൂവ് ചെയ്യാറുണ്ട്. ആൻഡ് ദ മിൽക്ക് ഈസ് മെയ്ഡ് റെഡി ഫോർ പേസ്ചറൈസേഷൻ. ഈ പേസ്ചറൈസേഷൻ എന്താ വെച്ചാൽ ബേസിക്കലി മിൽക്ക് സ്റ്റെറിലൈസ് ചെയ്യാണ് ചെയ്യുക. ഒരു ബേസിക് പ്രൊസീജിയറാണ്. ബോയിൽ ചെയ്യുന്നില്ല, പേസ്ചറൈസ് ചെയ്യുക. ഇറ്റ് ഈസ് ഹീറ്റിംഗ് ഓഫ് മിൽക്ക് basically to a temperature that destroys just the organisms responsible for TB and fever and other microbes also. Okay, ആ മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ മാത്രമേ ഹീറ്റ് ചെയ്യുന്നുള്ളൂ. അതിന് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ യൂഷ്വലി ഇത് ചെയ്യുന്നത് ബട്ടർ, ചീസ്, ഐസ്ക്രീമൊക്കെ മാനുഫാക്ചർ ചെയ്യാനടുത്ത് ചെയ്യാറുണ്ട്. കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഇതിൻ്റെ ജനറൽ മെത്തേഡ്സ് ആണ്. 3 മെത്തേഡിൽ ഇത് പാസ്ചറൈസേഷൻ ചെയ്യലുണ്ട്. ഹോൾഡിംഗ് ഓർ ബാച്ച് സിസ്റ്റം, HTST മെത്തേഡ് ആൻഡ് UHTS മെത്തേഡ്. ഈ ഹോൾഡിംഗ് ഓർ ബാച്ച് സിസ്റ്റം ആണ് പറയുന്നത്. ഇത് പേര് പോലെ തന്നെ ആദ്യം ഒരു ടെമ്പറേച്ചറിൽ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തും. ഓക്കെ, ആ ഒരു ടെമ്പറേച്ചറിൽ അങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് ആ ഒരു ടെമ്പറേച്ചറിൽ അങ്ങനെ നിലനിർത്തും, കുറച്ച് സമയം പിടിച്ച് നിർത്തും ആ ഒരു ടെമ്പറേച്ചറിൽ. അതിലാറ് കൂട്ടുമില്ല കുറക്കില്ല. ഓക്കെ, ദ മിൽക്ക് ഈസ് ഹീറ്റഡ് അപ് ടു ദി ടെമ്പറേച്ചർ ഓഫ് 65 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഇറ്റ് ഈസ് ഹോൾഡഡ് അറ്റ് ദാറ്റ് സെയിം ടെമ്പറേച്ചർ ഫോർ 30 മിനിറ്റ്സ്. ഒരു അരമണിക്കൂർ സെയിം ടെമ്പറേച്ചറിൽ ആ 65 ഡിഗ്രി സെൽഷ്യസിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. അതിലാറ് കൂട്ടില്ല കുറക്കും ചെയ്യില്ല. ഓക്കെ, അങ്ങനെ ചെയ്യണം. യൂഷ്വലി ഇതാണ് ഹോൾഡിംഗ് ഓർ ബാച്ച് സിസ്റ്റത്തിൽ ചെയ്യുക. ഇതല്ലാണ്ട് നമുക്ക് ഇനി അഥവാ ടെമ്പറേച്ചർ കൂട്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടൈം നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യണമെന്നില്ല. ഓക്കെ,
കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്യും. ആൻഡ് ദിസ് temperature and time of heating is controlled. Okay, that is very important. If the fever അതേപോലെ കോക്സിയലിലെ ബെർണിറ്റി എന്ന് പറഞ്ഞ ബാക്ടീരിയൻ്റെ ഒക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുക. ഓക്കെ, 60°C 30 minutes ചെയ്താലേ ഉള്ളൂ ഈ ബാക്ടീരിയ ഒക്കെ കില്ല് ചെയ്ത് പോവുക. ഓക്കെ, ദാറ്റ് ഈസ് ഹോൾഡിംഗ് ഓർ ബാച്ച് സിസ്റ്റം. പല തരത്തിൽ ചെയ്യാറുണ്ട്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. 65°C ആണെന്നുണ്ടെങ്കിൽ 30 minutes വരെ ചെയ്യേണ്ടി വരും. ആൻഡ് ഓക്കെ, ദെൻ ദർ ഈസ് അനദർ മെത്തേഡ് എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും അരമണിക്കൂറൊന്നും ബോയിൽ ചെയ്യണ്ട, കുറച്ച് സമയം ബോയിൽ ചെയ്താൽ മതി. നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ പൊതുവെ എന്താ ചെയ്യുക, ജസ്റ്റ് തിളക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഓഫ് ആക്കുക ചെയ്യുക, അത്ര മതി. അപ്പോൾ എനിക്കത് കില്ല് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് വൺ എക്സാമ്പിൾ. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബോയിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള കേസ്. എന്ന് പറഞ്ഞാൽ വെരി ഹൈ ടെമ്പറേച്ചർ വെരി ഷോർട്ട് ടൈമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓർ കണ്ടിന്യൂസ് മെത്തേഡ് എന്ന് എന്തിനു പറയും, കണ്ടിന്യൂസ് ഫ്ലോ ഓർ ഫ്ലാഷ് പാസ്ചറൈസർ എന്ന് പറയും. അത്രയും സ്പീഡാണ് പാസ്ചറൈസേഷൻ നടക്കുന്നത്. Here the temperature of the milk is raised at least to 72°C for 15 seconds. 72°C ആണെന്നെങ്കിൽ 15 seconds അത് ഹോൾഡ് ചെയ്യണം. അത്രയും ടൈം ആ ഒരു മെഷീനിലൂടെ കടത്തി വിടാണ് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് ക്വിക്കായിട്ട് അത് കൂൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ദി കുക്ക്ഡ് ഫ്ലേവറും ക്രീം ലൈനൊന്നും ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ആ ക്രീം സെപ്പറേറ്റ് ആയി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് പെട്ടെന്ന് കൂൾ ചെയ്യാണ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു കുക്ക്ഡ് ഫ്ലേവറാണ് ഉണ്ടാകുക. ഓക്കെ, തിളപ്പിച്ച പാലും അല്ലാത്തതും വ്യത്യാസമുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു ഫ്ലേവറൊക്കെ വേരിയേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി ക്വിക്കായിട്ട് കൂളിംഗ് ചെയ്യാൻ ചെയ്യുക. സോ ദിസ് ഇസ് HTST മെത്തേഡ്. നെക്സ്റ്റ് ഇസ് UHTS മെത്തേഡ്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ സിസ്റ്റം. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പേര് പോലെ തന്നെ വെരി ഹൈ ടെമ്പറേച്ചർ കൊടുക്കുക, വെരി ഫ്യൂ ടൈം. ഓക്കെ, 3 സെക്കൻഡൊക്കെ കൊടുക്കുന്നുള്ളൂ. 93.4°C ആണെങ്കിൽ 3 സെക്കൻഡ് കൊടുത്താൽ മതി. 149.5°C എന്ന് വെച്ചാൽ അബോവ് ബോയിലിംഗ് പോയിന്റ് പോയിട്ടുണ്ട്. 100°C മേലൊക്കെ പോയാൽ 1 സെക്കൻഡൊക്കെ കൊടുത്താൽ മതി. അതാണ് നമ്മൾ അപ്പം തന്നെ അത് ഓഫാക്കുന്നത്. ബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പാല് തിളപ്പിക്കുമ്പോൾ അപ്പം തന്നെ ഓഫാക്കാൻ കാണുന്നത് 1 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി. ഓക്കെ, അത്ര മതി. അപ്പം തന്നെ പാസ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ലോങ്ങർ ഷെൽഫ് ലൈഫ് കിട്ടും. നമ്മൾ ലോങ് ലൈഫ് മിൽക്കൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള മിൽക്കാണ്. അതിൻ്റെ പാക്കുമ്പോൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, UHTS ട്രീറ്റഡ് എന്നൊക്കെ കാണും. അതേപോലെ പാസ്ചറൈസേഷൻ ചെയ്തതിന് ശേഷം അത് റാപ്പിഡ് കൂളിംഗ് നടക്കും. ലൈക്ക് ഇൻ 7°C അല്ലെങ്കിൽ അതിലേറെ ലോവർ ഡിഗ്രി ടെമ്പറേച്ചറിലൊക്കെയാണ് ഇത് കൂൾ ചെയ്യുക. കുറച്ചും കൂടി കുക്ക്ഡ് ഫ്ലേവർ ഇതിനുണ്ടാകാറുണ്ട്. അതേപോലെ പാസ്ചറൈസ്ഡ് മിൽക്ക് സ്റ്റെറിലൈസ് ആയിക്കോണം എന്നില്ല. സ്റ്റെറിൽ എന്ന് പറയുമ്പോൾ അതിലുള്ള ബാക്ടീരിയ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ്. പാസ്ചറൈസ്ഡ് ആകുമ്പോൾ ഒരു തരത്തിലുള്ള ബാക്ടീരിയ വെച്ചാൽ ഉള്ള ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യൂല, ഉള്ള കുറച്ചെണ്ണം ചത്ത് പോയിട്ടുണ്ടാകും, അത് അതിൽ തന്നെ ഉണ്ടാകും ചെയ്യും. ഓക്കെ, അതാണ് പാസ്ചറൈസ്ഡ് സ്റ്റെറിലൈസേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ക്വിക്ക് കൂളിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ ബാക്കി ജീവനോടെ കിടക്കുന്ന ബാക്ടീരിയ ഉണ്ടോ സ്വാഭാവികമായിട്ടും മുഴുവനായിട്ടൊന്നും ഡിസ്ട്രോയ് ആയിട്ടുണ്ടാവില്ല, ഡെഡ് ആയിട്ടുണ്ടാവില്ല. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വിക്ക് കൂളിംഗ് ചെയ്യണം. ഓക്കെ, ദെൻ ദർ ഇസ് ഫോസ്ഫേറ്റ് യൂസ് ഇൻ ദി പാസ്ചറൈസേഷൻ. റോ മിൽക്കിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ഉണ്ട്. ഇത് ഹീറ്റ് ഡിസ്ട്രക്ഷൻ ക്യാരക്ടറുള്ള ഒരു സാധനമാണ്. ഇതിന് ഫീനോൾ ലിബറേറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട് ഫ്രം ഫീനോൾ ഫോസ്ഫറിക് ആസിഡ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ മിൽക്ക് ഇറ്റ് സെൽഫ്. ദിസ് ഫീനോൾ ഗിവ്സ് എ ഡീപ് ബ്ലൂ കളർ. ഓക്കെ, ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഗിവ് ദറ്റ് ഡീപ് ബ്ലൂ കളർ വിത്ത് ഇൻഡിക്കേറ്റർ ഇറ്റ് മീൻസ് പാസ്ചറൈസേഷൻ ഇസ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ പാസ്ചറൈസേഷൻ മുഴുവനായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ പറഞ്ഞ ഫോസ്ഫേറ്റിൻ്റെ ടെസ്റ്റ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റ് വെച്ചിട്ട് നോക്കുകയാണ് ചെയ്യുക. ഈ ആൽക്കലൈൻ ഫോസ്ഫേറ്റ് യൂഷ്വലി എന്ത് ചെയ്യും, ഫീനോള് പറഞ്ഞ ഫീനോൾ ഫോസ്ഫറിക് ആസിഡിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫീനോൾ ലിബറേറ്റ് ചെയ്യും. ഈ ഫീനോൾ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് ബ്ലൂ കളർ കാണിക്കും. ഓക്കെ, ഇൻഡിക്കേറ്റർ കൊടുത്താൽ ഫീനോൾ എന്ത് ചെയ്യും, ബ്ലൂ കളറായിട്ട് മാറും. അപ്പം ഈ ഡൈസോഡിയം ഫീനോൾ ഫോസ്ഫേറ്റ് ഒരു സബ്സ്ട്രേറ്റ് ആക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ റിയാക്ഷൻ. ഓക്കെ, ഫോസ്ഫേറ്റേസ് എൻസൈം ആക്ട് ചെയ്തിട്ട് ഫീനോളും ഫോസ്ഫേറ്റും ഉണ്ടാകുകയാണ് ചെയ്യുക. ആ ഒരു ഫീനോൾ മുഴുവൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നശിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീപ് ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യും. ആൻഡ് ഇഫ് ദി പാസ്ചറൈസേഷൻ ഈസ് കംപ്ലീറ്റ്, ആ ഒരു ബ്ലൂ കളർ കാണാൻ പാടില്ല. ഫീനോളൊക്കെ നശിച്ച് പോകേണ്ടതാണ്. ഓക്കെ, ആ ഒരു എൻസൈം ഡീഗ്രേഡ് ചെയ്ത് പോയതുകൊണ്ട് ഫീനോൾ ഉണ്ടാകാൻ പാടില്ല. പാസ്ചറൈസേഷൻ മുഴുവനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ കൊടുക്കുമ്പോൾ ബ്ലൂ കളർ ഡെവലപ്പ് ചെയ്യൂല. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് പാസ്ചറൈസേഷൻ. ഈ എഫക്റ്റ് ഓഫ് പാസ്ചറൈസേഷൻ നോക്കാം. ന്യൂട്രിറ്റീവ് വാല്യൂവിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഹീറ്റ് കൊണ്ട് ഡിസ്ട്രോയ് ആവുന്ന ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻസ് ലൈക്ക് തൈമിൻ, അസ്കോർബിക് ആസിഡൊക്കെ അതിൻ്റെ എമൗണ്ടൊക്കെ ഡിക്രീസ് ചെയ്യും. പ്രോട്ടീൻസ് ഒക്കെ ഡീനാച്ചുർഡ് ആകും. ആൻഡ് മിനറൽസ് ആർ നോട്ട് പ്രസിപ്പിറ്റേറ്റഡ്. ഓക്കെ, അതേപോലെ ഫ്ലേവർ, ചെറിയൊരു കുക്ക്ഡ് ഫ്ലേവർ ഡെവലപ്പ് ചെയ്യും. ബട്ട് ഇറ്റ് ഇസ് നോട്ട് മച്ച് ഓഫ് എ പ്രോബ്ലം. ഓക്കെ, നമുക്ക് വല്ലാണ്ട് മനസ്സിലാവില്ല. ദെൻ ദർ ഇസ് മൈക്രോബ്സ് എൻറ്റയർലി ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടാവും. ഹാർംഫുൾ ആയിട്ടുള്ളതൊക്കെ എന്തായിട്ടുണ്ടാവും, ഡിസ്ട്രോയ് ആയിട്ടുണ്ടാവും. ആൻഡ് ദീസ് ആർ നോട്ട് സ്റ്റെറൈൽ, കംപ്ലീറ്റ്ലി ഡിവൈഡ് ഓഫ് മൈക്രോബ്സ് അല്ല. ആൻഡ് വെജിറ്റബിൾ ഓർഗാനിസംസ് അതേപോലെ സ്പോർസ് ഒന്നും മുഴുവനായിട്ട് നശിച്ച് പോയിട്ടുണ്ടാവില്ല. ഓക്കെ, അതേപോലെ സം പാത്തജൻസ് ലൈക്ക് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസ്, നമ്മൾ TB ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. സാൽമണല്ല, ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ, കോറിൻ ബാക്ടീരിയം, ഡിഫ്തീരിയ, ബ്രുസെല്ല എല്ലാം ഡിസ്ട്രോയ് ആവുന്നുണ്ട്.
നോൺ പാത്തജൻസ് റിമെയിൻ ഇൻ മിൽക്ക്. ഓക്കെ, ഈ ഡിസീസ് ഉണ്ടാക്കാത്ത കുറച്ച് ബാക്ടീരിയകൾ ഉണ്ടാവും, നമ്മളെ ലാബ് പോലത്തെ ബാക്ടീരിയ. ഇതൊക്കെ ഒരു പരിധി വരെ അതിൽ തന്നെ ഉണ്ടാകും ജീവനോടെ. ആൻഡ് ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡൊക്കെയാണ് ഡിസ്ട്രോയ് ആവുക. ദെൻ നെക്സ്റ്റ് ഇസ് ഹോമോജനൈസേഷൻ. ഇതും ഒരു മിൽക്കിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹോമോജനൈസേഷൻ. ഇറ്റ് മേക്സ് എ സ്റ്റേബിൾ ഇമൾഷൻ ഓഫ് മിൽക്ക് ഫാറ്റ് ആൻഡ് മിൽക്ക് സീറം ബൈ മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റെൻഡറിങ് ദ മിക്സ്ചർ ഹോമോജിനിയസ്. ആ ഒരു മിൽക്കിനെ കുറച്ചും കൂടി കാലം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാറ്. നമുക്കറിയാം ഫാറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഫാറ്റും വാട്ടറും മറ്റുള്ള സാധനങ്ങളും കൂടിയിട്ടുള്ള ഒരു ഇമൾഷനാണ്. ഓക്കെ, അപ്പോൾ അതിനെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ പോലത്തെ സാധനമാക്കാൻ വേണ്ടിയിട്ടാണ് ഹോമോജനൈസേഷൻ ചെയ്യൽ. ഇവിടെ പ്രോസസ്സ് എന്താ വെച്ചാൽ ദിസ് വാം മിൽക്ക് ഇസ് പാസ്ഡ് ത്രൂ എ സ്മോൾ അപ്പർച്ചർ അണ്ടർ ഹൈ പ്രഷർ ആൻഡ് വെലോസിറ്റി. നമ്മൾ മിൽക്കിലുള്ള ഫാറ്റും കാര്യങ്ങളൊക്കെ സൈസ് ചെറുതായാലേ ഉള്ളൂ ഇത് ഒരു സൊല്യൂഷനായിട്ട് മാറാം, അത്രയും മൈന്യൂട്ട് സൈസ് ആയാൽ. ഓക്കെ, നമുക്കറിയാം ഇമൾഷനും ട്രൂ സൊല്യൂഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ട്രൂ സൊല്യൂഷൻ പറഞ്ഞാൽ അതിലുള്ള എല്ലാ സാധനങ്ങളും വെരി മൈന്യൂട്ടായിരിക്കും, അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇമൾഷനിൽ പറഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതൊന്നും കൂടി കോയാഗുലേറ്റ് ചെയ്യാം, ഒന്നും കൂടി അടിഞ്ഞുകൂടാം. അങ്ങനെ ഇമൾഷനായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നീട്. സ്റ്റേബിളാണ്, ബട്ട് ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ്. അപ്പോൾ മിൽക്ക് സീറം സെപ്പറേറ്റ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈസ് അത്രയും ചെറുതാക്കാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ചൂടുള്ള പാല് കുറച്ചും കൂടി സ്മാൾ അപ്പർച്ചർ ചെറിയ മൈന്യൂട്ട് മൈക്രോമീറ്റർ സൈസിലായിട്ടുള്ള ഹോൾസിലൂടെ റാപ്പിഡ് പ്രഷറിലും വെലോസിറ്റിയിലും ഇത് അടിച്ച് കയറ്റാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫാറ്റ് ഗ്ലോബ്യൂൾസിൻ്റെ സൈസൊക്കെ എന്ത് ചെയ്യും, -0.12 മൈക്രോമീറ്റർ സൈസിലായിട്ട് മാറും. സൈസ് ഓഫ് ദ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഈസ് ഡിക്രീസ്ഡ് ആൻഡ് ദ നമ്പർ ഓഫ് ദീസ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യും. നമ്മൾ മൈസിൽ ഫോർമേഷനും ഫാറ്റ് ഡൈജഷനും പറഞ്ഞ പോലെ സൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അത് നമ്പറും കൂടും, സർഫസ് ഏരിയയും കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫിലിം ഓഫ് അഡ്സോർബ്ഡ് പ്രോട്ടീൻ അതേപോലെ ലിപ്പോ പ്രോട്ടീനൊക്കെ ഇതിന് ചുറ്റും ഫോം ചെയ്യും. ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിന് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ടിങ് വരും. അങ്ങനെ ഒരു ഇമൾസിഫയർ ആയിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുക. ഇറ്റ് പ്രിവെൻറ്റ്സ് ദം ഫ്രം റീയൂണൈറ്റിംഗ്. ഓക്കെ, ആ പ്രോട്ടീൻ ഒരു ഇമൾസിഫയർ ആക്ട് ചെയ്തിട്ട് ആ ഒരു ഫാറ്റ് ഗ്ലോബ്യൂൾസിന് ആ ഒരു സൈസിൽ നിലനിർത്തിക്കൊണ്ട് ഇത് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി സൂക്ഷിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അത് സെപ്പറേറ്റ് ആവില്ല പിന്നീട്. ഓക്കെ, ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസ് പിന്നീട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടൂല. ഈ ഹോമോജനൈസ്ഡ് മിൽക്ക് കുറച്ചും കൂടി ക്രീമിയർ ആണ്, ബ്ലാൻഡ് ഫ്ലേവറാണ്, അതിൻ്റെ വൈറ്റിഷ് അപ്പിയറൻസ് ആണ് അതിലുണ്ടാകുക. സോഫ്റ്റ് കേർഡാണ് ഇതിൽ നിന്ന് കിട്ടുക. കോഗുലേറ്റ് ചെയ്താൽ സോഫ്റ്റ് കേർഡാണ് കിട്ടുക, ഈസിലി ഡൈജസ്റ്റബിൾ ആണ് അതുകൊണ്ട് തന്നെ. ആൻഡ് ദിസ് ഹോമോജനൈസേഷൻ ആക്സിലേറ്റ് ദ ആക്ഷൻ ഓഫ് ലിപ്പേസ് ആൻഡ് ട്രാൻസിഡിറ്റി ഓഫ് ഫാറ്റ് ടേക്സ് പ്ലേസ്. അപ്പോൾ ലിപ്പേസ് എൻസൈമിന് ഒന്നും കൂടി എളുപ്പം ആക്ട് ചെയ്യാൻ പറ്റും, ട്രാൻസിഡിറ്റിയും പെട്ടെന്ന് നടക്കുകയാണ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ബിഫോർ പാസ്ചറൈസേഷൻ. ദ നെക്സ്റ്റ് ഈസ് ഫ്രീസിങ് ഓഫ് മിൽക്ക്. ഇവിടെ മിൽക്ക് ഫ്രീസ് ചെയ്യാൻ കുറച്ചും കൂടി സ്ലോലി അത് ഫ്രീസ് ചെയ്ത് കിട്ടുള്ളൂ. ദ ഫിലിം ഓഫ് പ്രോട്ടീൻ ആക്ട്സ് ആസ് എൻ ഇമൾസിഫിങ് ഏജന്റ് അറൌണ്ട് ദി ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി വീക്കൻഡ് ആൻഡ് റപ്ചർഡ് ടു ഫ്രീസ് അപ്പ്. ഓക്കെ, ആ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഒക്കെ ഒന്നും കൂടി വീക്കായി റപ്ചർ ആവുകയാണ് ചെയ്യുക ഈ ഒരു പ്രോട്ടീൻ ഫിലിം അവിടെ ഉണ്ടായതുകൊണ്ട്. ആൻഡ് ഫാറ്റും ഗ്ലൂക്കോസൊക്കെ ഒന്നും കൂടി അക്യുമുലേറ്റ് ചെയ്യും ഈ ഫ്രീസിങ് നടക്കുമ്പോൾ. ഡിസ്പേർഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് കാൽഷ്യം ഫോസ്ഫേറ്റ് ഈസ് ഓൾസോ ഡിസ്റ്റർബ്. ഈ ഒരു പ്രോട്ടീൻ കാൽഷ്യം ഫോസ്ഫേറ്റ് ഒന്നും പ്രോപ്പറായിട്ട് ഡിസ്പേഴ്സറായിട്ട് നിൽക്കില്ല, അക്യുമുലേറ്റ് ചെയ്യും. ദീസ് ടെൻ ടു സെറ്റിൽ ഔട്ട് ആൻഡ് റെഡ്യൂസസ് ദ വൈറ്റ്നസ് ഓഫ് മിൽക്ക്. ഓക്കെ, ഇതൊക്കെ ഒന്ന് അടിഞ്ഞു കൂടിയിട്ട് മിൽക്കിൻ്റെ ഒരു വെള്ള കളർ കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. സോ ദിസ് ഈസ് അബൌട്ട് ദി പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക് ആൻഡ് ദി പ്രോസസ്സിംഗ് ഓഫ് മിൽക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് സെക്ഷനൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി processing of milk and what do you see the content of milk. Okay, സോ പഠിക്കുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ പ്രോസസ്സിംഗ് ഓഫ് മിൽക്ക് ഒക്കെ. പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്, മിൽക്കിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂൻ്റെ ഒപ്പമാണ് ഇതൊക്കെ നോക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് ക്ലാസ്. താങ്ക് യു.